ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്കും ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാവുന്നവർക്കും ഒരേപോലെ സംശയം തോന്നാൻ സാധ്യതയുള്ള രണ്ട് സെന്റൻസസ് ഞാനിവിടെ കാണിക്കാം. ആദ്യത്തത് ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം. രണ്ടാമത്തത് ഐ ഹാഡ് ദ റൂം ക്ലീൻഡ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും അല്ലെ? എങ്കിൽ ഇതേപോലെ ഇരിക്കുന്ന വേറൊരു ടൈപ്പ് സെന്റൻസ് കൂടി ഞാൻ കാണിക്കാം. ഐ ഹാഡ് ഹിം ക്ലീൻ ദ റൂം. അപ്പൊ ഇത് കാണുമ്പോൾ ഈ മൂന്ന് സെന്റൻസസും തമ്മിൽ എന്തോ ഒരു സാമ്യം ഉള്ളതുപോലെ ഉണ്ടെങ്കിലും സത്യത്തില് അർത്ഥത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് മൂന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കോസറ്റീവ് വെർബ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നുമെങ്കിലും സത്യത്തില് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ് അവസാനം ഞാനൊരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ ആൻസർ ചെയ്യണം. പക്ഷെ അതിനു മുൻപ് ഈ ലെസൺ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ആദ്യം കാണിച്ചിരിക്കുന്ന സെന്റൻസ് തന്നെ വെച്ച് തുടങ്ങാം. ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം. അപ്പൊ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം നിങ്ങൾക്ക് എന്നാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിച്ചു തരാം. അപ്പൊ ഇവിടെ ഈ ഐ ഹാഡ് ക്ലീൻഡ്, ആ ഹാഡ് ഉണ്ടല്ലോ, അത് തൽക്കാലം നമുക്കൊന്ന് മറക്കാം. അപ്പൊ സെന്റൻസ് എന്തായി? ഐ ക്ലീൻഡ് ദ റൂം എന്നായി അല്ലെ? അതിന്റെ അർത്ഥം ഞാൻ മുറി വൃത്തിയാക്കി എന്നാണ്. അപ്പൊ വൃത്തിയാക്കുക എന്നുള്ളതിന് ക്ലീൻ എന്ന് പറയും. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ക്ലീൻഡ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് അല്ലെ? അപ്പൊ ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. ഞാൻ മുറി വൃത്തിയാക്കി, പാസ്റ്റിൽ നടന്നൊരു കാര്യം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ എനിക്ക് പറയണം ഞങ്ങൾ പുറത്ത് പോയി. അപ്പൊ പുറത്ത് പോയി എന്നാണ് പറയേണ്ടത്. പോവുക എന്നുള്ളതിന് ഗോ എന്ന് പറയും. പോയി എന്നാവുമ്പോ വെന്റ് എന്നല്ലേ പറയുക. അപ്പൊ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വി വെന്റ് ഔട്ട് അല്ലെ? ഞങ്ങൾ പുറത്ത് പോയി. ഇനി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ് എന്ന് പറയും അല്ലെ? അപ്പൊ ഇവിടെ സഹായിച്ചു എന്ന് പാസ്റ്റ് ടെൻസ് വരാൻ ഹെൽപ്പ് എന്ന് നമ്മൾ ചേർക്കേണ്ടി വരും. എന്താവും? യു ഹെൽപ് അസ്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. യു ഹെൽപ് അസ്. ഇനി അടുത്തത് ഞാൻ പറയാണ് അയാൾ കുളിച്ചു. കുളിക്കുക എന്നുള്ളതിന് ടു ഹാവ് എ ഷവർ എന്ന് പറയാം. ഓക്കെ, കുളിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ത് പറയും? ഹാഡ് എ ഷവർ എന്ന് പറയണം. ആ ഹാവിനെ നമ്മൾ പാസ്റ്റ് ആക്കണം. അപ്പൊ അവിടെ നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ എന്ത് പറയും? ഹി ഹാഡ് എ ഷവർ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഇതുവരെ കണ്ട സെന്റൻസസ് എല്ലാം പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ് വന്നത് അല്ലെ? വി വെന്റ് ഔട്ട്, യു ഹെൽപ്ഡ് അസ്, ഹി ഹാഡ് എ ഷവർ. ഇതെല്ലാം പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് പുറത്ത് പോയി എന്നുള്ളതിനാണ് നമ്മൾ ഈ വി വെന്റ് ഔട്ട് എന്ന് പറഞ്ഞത്. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അവര് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങള് പുറത്ത് പോയിരുന്നു. അവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? രണ്ട് കാര്യങ്ങൾ നടന്നില്ലേ? അവര് വീട്ടിലെത്തി, ഞങ്ങൾ പുറത്ത് പോയിരുന്നു. അപ്പൊ ഇവിടെ ഏതാണ് ആദ്യം നടന്നത്? ആദ്യം നമ്മൾ പുറത്തു പോയി അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് ഇവര് വീട്ടിലെത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവര് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിരുന്നു. അതായത് പുറത്ത് പോയി കഴിഞ്ഞിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ? അവിടെ നമ്മൾ എങ്ങനെ പറയുന്നറിയാമോ? We had gone out when they got home. We had gone out. ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞിരുന്നു, പുറത്ത് പോയിരുന്നു. അത് ആദ്യം നടന്നത് കൊണ്ടാണ് നമ്മൾ we had gone out എന്ന് പറഞ്ഞത്. എപ്പോ? അവര് വീട്ടിലെത്തിയപ്പോ. അതിനാണ് കേട്ടോ when they got home എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ when they reached home എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചെന്താന്ന് കണ്ടോ? We had gone. ഹാഡിന്റെ കൂടെ വേർബിന്റെ മൂന്നാമത്തെ ഫോം ആണ് യൂസ് ചെയ്തത്. മുൻപ് നമ്മൾ പോയി എന്നുള്ളതിന് വെന്റ് എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഹാഡ് കഴിഞ്ഞ ഹാഡ് വെന്റ് അല്ല, ഹാഡ് കഴിഞ്ഞിട്ട് ഗോയുടെ മൂന്നാമത്തെ ഫോമായ ഗോൺ ആണ് യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. അതാണ് ദാ ഇവിടെ കണ്ടിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മളൊരു സെന്റൻസ് കണ്ടു, ഞാൻ മുറി വൃത്തിയാക്കി. ഐ ക്ലീൻഡ് ദ റൂം. ഈ കണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ. ശരി, ഞാൻ പറയുന്നത് നോക്കൂ. അതിഥികള് എത്തുന്നതിന് മുൻപ് ഞാൻ മുറി വൃത്തിയാക്കിയിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ മുറി വൃത്തിയാക്കി, അത് കഴിഞ്ഞിട്ടാണ് യെസ് വന്നത്. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ ആദ്യം നടന്ന കാര്യത്തെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ എന്താ പറയാ? ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം ബിഫോർ ദ ഗെസ്റ്റ് അറൈവ്ഡ്.
ഗെസ് അറൈവ് ചെയ്യുന്നതിന് മുൻപ്, ഗെസ് എത്തുന്നതിന് മുൻപ് ഞാൻ മുറി വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം ബിഫോർ ദ ഗെസ് അറൈവ്ഡ്. അപ്പൊ ആ സെന്റൻസിന്റെ ആദ്യത്തെ ഭാഗം കണ്ടോ, ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡിന്റെ കൂടെ ക്ലീൻഡ്. ഈ ക്ലീൻഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ verb 3 ഫോം ആണ് കേട്ടോ. ഈ ക്ലീൻ എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണ് ഈ ക്ലീൻഡ്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആ ഒരു ഫോം നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. നിങ്ങൾ ഇവിടെ ഈ സെന്റൻസസ് കാണുന്നുണ്ടല്ലോ. ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം, വി ഹാഡ് ഗോൺ ഔട്ട്. ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ ആ ഫോം എന്താണ്? ഹാഡും പിന്നെ വേർബിന്റെ മൂന്നാമത്തെ ഫോമും ഒരുമിച്ച് വരും. മനസ്സിലായോ? ഞാൻ കഴിച്ചിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് ഈറ്റൻ. ഞാൻ ഉറങ്ങിയിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് സ്ലെപ്റ്റ്. ഞാൻ എഴുതിയിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് റിട്ടൻ. ആ ഹാഡും ആ verb 3 ഫോമും ഒരുമിച്ചാണ് സെന്റൻസസിൽ വരിക. അപ്പൊ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും ബാക്കിയില്ലല്ലോ. നമ്മളിവിടെ റൂം ക്ലീൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാലോ, ഞാൻ പറഞ്ഞത് ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം എന്നാണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തു. കാണാമല്ലോ, ഹാഡും ആ വേർബിന്റെ മൂന്നാമത്തെ ഫോം ക്ലീൻഡും കൂടെ ഒരുമിച്ച് വന്നു, ഹാഡ് ക്ലീൻഡ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഐ ഹാഡ് ക്ലീൻഡ്. ഞാൻ വൃത്തിയാക്കിയിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ തന്നെ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്, ആ ഞാൻ തന്നെയാണ് പ്രവൃത്തി ചെയ്യുന്നതും. പക്ഷെ ഇനി ഞാൻ കാണിക്കുന്ന ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കൂ. ഇവിടെയും ക്ലീനിങ് തന്നെയാണ് നടക്കുന്നത്, പക്ഷെ ഇവിടെ ഞാനല്ല ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ പുറത്തു നിന്ന് ആരെയോ വിളിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ ക്ലീനേഴ്സ് ആവാം, അവരെ ഞാൻ വിളിച്ചിട്ട് റൂം അവരെ കൊണ്ട് വൃത്തിയാക്കിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാനിത് പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാവാം, ചിലപ്പോൾ അവരോട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവർ ചെയ്യുന്നതാവാം. എങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുന്നില്ല, ഞാൻ അത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്, പ്രവൃത്തി ചെയ്യുന്നത് വേറൊരാളുമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഞാനത് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാന്ന് നോക്കൂ. ഐ ഹാഡ് ദ റൂം ക്ലീൻഡ്. ഞാൻ മുറി വൃത്തിയാക്കിച്ചു എന്നാണ് പറയുന്നത്. ആരെ കൊണ്ട് വൃത്തിയാക്കിച്ചു എന്ന് പോലും ഞാനിവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഐ ഹാഡ് ദ റൂം ക്ലീൻഡ്. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ഹാഡ് കാണാമല്ലോ. അത് പക്ഷെ മുൻപ് നമ്മൾ കണ്ട പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ഹാഡ് ഇല്ലേ, ആ ഹാഡ് അല്ല ഇത്. പിന്നെയോ, ഇത് കോസറ്റീവ് വേർബായിട്ട് വരുന്ന ഹാഡ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആ വേർഡ്സ് വന്നിരിക്കുന്നത്? ആ ഓർഡർ എന്താ നോക്കൂ. ആദ്യം ഐ സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാഡ്, അത് കഴിഞ്ഞ് എന്താണ് ഞാൻ ഇവിടെ വൃത്തിയാക്കിച്ചത്? റൂമിനെയാണ് അല്ലെ. റൂമാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ ഹാഡ് കഴിഞ്ഞ് വന്നത് ദ റൂമാണ് ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞ് വൃത്തിയാക്കിച്ചു എന്ന് പറയാൻ ആ വേർബ് ക്ലീൻ ആണ് അതിന് മൂന്നാമത്തെ ഫോം. ഐ ഹാഡ് ദ റൂം ക്ലീൻഡ്. അപ്പൊ ഹാഡ്, അത് കഴിഞ്ഞ ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വേർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പൊ ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ ഹാഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോസറ്റീവ് വേർബ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ ശരിക്കും കോസറ്റീവ് വേർബ് ഹാവ് ആണ്. ഇവിടെ അതിന്റെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാഡ് എന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് നമ്മൾ ഈ ഹാവ് എന്ന് പറയുന്ന കോസറ്റീവ് വേർബിനെ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു കാര്യം നടത്തിക്കാൻ വേണ്ടി, ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്തൊക്കെ ചെയ്യിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവരോട് ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ നടത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ കോസറ്റീവ് വേർബായ ഹാവ് യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണമുണ്ട്, കോസറ്റീവ് വേർബായിട്ട് ഹാവ് മാത്രമല്ല ഉള്ളത്, നമുക്ക് വേറെയും കോസറ്റീവ് വേർബ്സ് ഉണ്ട്. അത് ഓരോന്നും നമ്മളിപ്പോ കാണും. ആദ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതും ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ളതുമായ രണ്ട് കോസറ്റീവ് വേർബ്സ് ആണ് നമ്മൾ നോക്കുന്നത്, ഹാവും ഇനി വരാൻ പോകുന്ന ഗെറ്റ് എന്നതും. അപ്പൊ ഈ എക്സാമ്പിൾ നിങ്ങൾ കണ്ടല്ലോ, ഐ ഹാഡ് ദ റൂം ക്ലീൻഡ്. ഞാൻ മുറി വൃത്തിയാക്കിച്ചു. ഹാഡ്, അത് കഴിഞ്ഞ് എന്താണോ വൃത്തിയാക്കിച്ചത് ആ വസ്തു, ഇവിടെ റൂമാണ്, അത് കഴിഞ്ഞ് വേർബിന്റെ മൂന്നാമത്തെ ഫോം. ഇനി അടുത്തത് നോക്കൂ. ഇത് നമ്മൾ പലരും ചെയ്യാറുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് നമ്മുടെ മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അല്ലായിരിക്കും അത് വെട്ടുന്നത്, നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ടായിരിക്കും മുടി വെട്ടിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ എനിക്ക് പറയേണ്ടത്. അവൾ അവളുടെ മുടി മുറിപ്പിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ എന്താ പറയുന്നത് നോക്കൂ. ഷീ ഹാഡ് ഹെർ ഹെയർ കട്ട്. ഇതെങ്ങനെ കിട്ടി? ആദ്യം അവൾ, ഷീ, അത് കഴിഞ്ഞ് ഹാഡ് വന്നു, മുറിപ്പിച്ചു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കുകയല്ലേ ചെയ്തത്, അതുകൊണ്ട് ഹാവിന്റെ പാസ്റ്റ് ടെൻസ് വരണം. ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹാഡ്. ഷീ ഹാഡ്. എന്താണ് വെട്ടിച്ചത്? മുടിയാണ് അല്ലെ, അവളുടെ മുടി. അപ്പൊ ഷീ ഹാഡ് ഹെർ ഹെയർ
അത് മുറിപ്പിച്ചു എന്ന് പറയണം. മുറിക്കുക എന്നുള്ളതിന് കട്ട് എന്നാണ് പറയുക. അതിന്റെ മൂന്നാമത്തെ ഫോം കട്ട് തന്നെയാണ്. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഇറഗുലർ വേർബ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? പല വേർബ്സിന്റെയും V2 V3 ഫോംസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ED ചേർത്താൽ മതി. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. അവിടെ നമ്മൾ ED ചേർക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഈ കട്ട് എന്ന് പറയുന്ന വേർബിന്റെ V2 V3 ഫോംസ് കട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. അവൾക്ക് മുടി വെട്ടി കൊടുത്തത് ആരാണ് എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ട് പോലുമില്ല. അത് പറയണമെന്ന് നിർബന്ധവുമില്ല. നമ്മളിങ്ങനെ കോസറ്റീവ് വേർബ് ഉപയോഗിക്കുമ്പോൾ ആരാണ് അവിടെ പ്രവൃത്തി ചെയ്ത് കൊടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എനിക്ക് പറയണം അവൾക്ക് ഇത് ചെയ്ത് കൊടുത്തത് അവളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഷി ഹാഡ് ഹെർ ഹെയർ കട്ട് ബൈ ദ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന്. മനസ്സിലായോ? അത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്ത് ഞാൻ കാണിക്കാം 3 എക്സാമ്പിളും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്ക് വീട്ടില് AC ഉണ്ടെങ്കിൽ നമ്മളിത് ഇടയ്ക്ക് ഒരു മെക്കാനിക്കിനെ വിളിച്ച് സർവീസ് ചെയ്യിപ്പിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞങ്ങള് AC സർവീസ് ചെയ്യിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഞാനത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വി കഴിഞ്ഞ് പാസ്റ്റ് ടെൻസ് വരണം. ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഹാഡ് വരണം. വി ഹാഡ് ദി AC സർവീസ്ഡ്. ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? ആദ്യം വി, പിന്നെ ഹാഡ്, അത് കഴിഞ്ഞ് നമ്മൾ എന്തിനെയാണ് സർവീസ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത്? ACയെ അല്ലേ? അപ്പൊ അതാണ് ഇനി വരേണ്ടത്. ആ വസ്തു, ആ ഒബ്ജക്റ്റിന്റെ പേര് വരണം. വി ഹാഡ് ദി AC. അത് കഴിഞ്ഞ് വരുന്നത് വേർബിന്റെ മൂന്നാമത്തെ ഫോം ആണ്. ഇവിടെ സർവീസ് ചെയ്യിപ്പിച്ചു, അതാണല്ലോ സർവീസ് ആണ് ഇവിടുത്തെ വേർബ്. അതിന്റെ മൂന്നാമത്തെ ഫോം സർവീസ്ഡ് തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് വി ഹാഡ് ദി AC സർവീസ്ഡ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് കൂടെ പറയാം, നമ്മൾ മുൻപത്തെ എക്സാമ്പിളിൽ കണ്ടതുപോലെ. അപ്പൊ ഇവിടെ ഒരു മെക്കാനിക് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാം വി ഹാഡ് ദി AC സർവീസ്ഡ് ബൈ എ മെക്കാനിക് എന്ന്. ഇതിന് പകരം ഇതേ കാര്യം എനിക്ക് വേറൊരു രീതിയിലും പറയാം. എന്താണെന്നറിയാമോ? വി ഹാഡ് എ മെക്കാനിക് സർവീസ് ദി AC. ഇവിടെ സെന്റൻസിൽ വന്ന വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഇവിടെ ആരെ കൊണ്ട് ഇത് ചെയ്യിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ രീതിയിലാണ് പറയുന്നത്. ആദ്യം വി, പിന്നെ ഹാഡ്, അത് കഴിഞ്ഞ് ഞാൻ ആരെ കൊണ്ടാണോ ചെയ്യിച്ചത് ആ ആളുടെ പേരാണ് ഇവിടെ പറയുന്നത്. വി ഹാഡ് എ മെക്കാനിക്. അപ്പൊ ഹാഡ് കഴിഞ്ഞ് വന്നത് ആ പേഴ്സൺ ആണ്. വി ഹാഡ് ദ മെക്കാനിക്. അത് കഴിഞ്ഞ് വന്നത് എന്താ നോക്കൂ? സർവീസ് ദി AC. സർവീസ്ഡ് എന്നല്ല പറഞ്ഞത്, വി ഹാഡ് എ മെക്കാനിക് സർവീസ് ദി AC. ഇവിടെ സർവീസ് എന്ന് പറയുന്നത് ആ വേർബിന്റെ ബേസ് ഫോം ആണ്. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻഫിനിറ്റീവ് ഫോം, അതായത് S അല്ലെങ്കിൽ ED ING ഒന്നും ചേരാത്ത ഫോം. ടു കൂടെ ചേരില്ല കേട്ടോ. ടു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ടു ഉള്ള ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാലേ. ഇതിവിടെ ബെയർ ഇൻഫിനിറ്റീവ്, ടു ആഡ് ചെയ്യാത്ത തരം ഇൻഫിനിറ്റീവ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വി ഹാഡ് എ മെക്കാനിക് സർവീസ് ദി AC. കണ്ടല്ലോ അത്? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ആദ്യം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ 3 ടൈപ്പ് സെന്റൻസസ് ഉണ്ടെന്ന്. ഒന്ന് നമ്മൾ പറഞ്ഞു വി ഹാഡ് ക്ലീൻഡ് ദ റൂം. രണ്ടാമത്തത് വി ഹാഡ് ദ റൂം ക്ലീൻഡ്. മൂന്നാമത്തത് വി ഹാഡ് ദ ക്ലീനർ ക്ലീൻ ദ റൂം. ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ആ മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് കാണിക്കാം. അതിനു മുൻപ് നമ്മൾ ഇപ്പൊ കണ്ട 2 ടൈപ്പ് സെന്റൻസസ് ഉണ്ടല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലായിക്കൊള്ളൂ കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് വി ഹാഡ് ദി AC സർവീസ്ഡ്. അവിടെ ഹാഡ്, പിന്നെ ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വേർബിന്റെ മൂന്നാമത്തെ ഫോം വി ഹാഡ് ദി AC സർവീസ്ഡ്. ഇപ്പൊ തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞത് വി ഹാഡ് എ മെക്കാനിക് സർവീസ് ദി AC. അപ്പൊ അവിടെ ഹാഡ് കഴിഞ്ഞിട്ട് ആ പേഴ്സൺ മെക്കാനിക്, അത് കഴിഞ്ഞ് ഇൻഫിനിറ്റീവ് ഫോം, അതായത് ബേസ് ഫോം. അതാണ് ഞാനിവിടെ V1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആ വ്യത്യാസം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇതുപോലുള്ള ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഷി ഹാഡ് ഹെർ ഹെയർ കട്ട്. അവൾ അവളുടെ മുടി മുറിപ്പിച്ചു. അപ്പൊ ഇവിടെ വന്നത് ഷീ, അത് കഴിഞ്ഞ് ഹാഡ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ വേർബിന്റെ മൂന്നാമത്തെ ഫോം. പക്ഷെ ഇനി ഞാൻ ഇത് ഇവര് ആരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചതെന്ന് പറയാൻ പോവാണ്. എങ്ങനെ പറയുന്നതെന്ന് നോക്കൂ. ഷി ഹാഡ് ദ ഹെയർ സ്റ്റൈലിസ്റ്റ് കട്ട് ഹെർ ഹെയർ. മനസ്സിലായോ? ഷി ഹാഡ്
ദി ഹെയർ സ്റ്റൈലിസ്റ്റ് കട്ട് ഹെർ ഹെയർ. അപ്പൊ അവിടെ പറഞ്ഞത് ഷീ കഴിഞ്ഞ് ഹാഡ്, അത് കഴിഞ്ഞ് ആരാണ് അവർക്കത് ചെയ്തു കൊടുത്തത്? ആ പേഴ്സൺ, ഹെയർ സ്റ്റൈലിസ്റ്റ്. അത് കഴിഞ്ഞ് കട്ട് ഹെർ ഹെയർ. ഇവിടെ കട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഇതിന് മുമ്പത്തെ ആദ്യം കാണിച്ചിരിക്കുന്ന സെന്റൻസിലും കട്ട് തന്നെയാണ് യൂസ് ചെയ്തത്, അത് വേർബിന്റെ മൂന്നാമത്തെ ഫോം ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന കട്ട് എന്ന് പറയുന്നത് വേർബിന്റെ ബേസ് ഫോമായ കട്ടാണ്. അതെങ്ങനെ മനസ്സിലായി? ആ സെന്റൻസ് നോക്കൂ. ഷീ ഹാഡ് ദ ഹെയർ സ്റ്റൈലിസ്റ്റ് കട്ട് ഹെർ ഹെയർ. അവിടെ പേഴ്സൺ കഴിഞ്ഞ് വന്നിരിക്കുന്നത് V1 ഫോം, ആ ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കണം. ഇത് നോക്കൂ, ഞാൻ എന്റെ വസ്ത്രങ്ങള് അയൺ ചെയ്യിപ്പിച്ചു. ആരെ കൊണ്ടാണെന്ന് ഇവിടെ പറയുന്നില്ല, ആരെയോ കൊണ്ട് ഇസ്തിരി ഇടിപ്പിച്ചു, അയൺ ചെയ്യിപ്പിച്ചു. എന്താ പറയാ? ഐ ഹാഡ് മൈ ക്ലോത്ത്സ് അയൺഡ്. ഐ ഹാഡ് കഴിഞ്ഞിട്ട് എന്തിനെയാണ് അയൺ ചെയ്യിപ്പിച്ചെടുത്തത്? എന്റെ ക്ലോത്ത്സ്, എന്റെ വസ്ത്രങ്ങള്. ഐ ഹാഡ് മൈ ക്ലോത്ത്സ് അയൺഡ്. തേക്കുക എന്നുള്ളതിന്, ഇസ്തിരി ഇടുക എന്നുള്ളതിന് അയൺ എന്നാണ് പറയുക, വേർബ്. അതിന്റെ മൂന്നാമത്തെ ഫോമാണ് അയൺഡ്. ഐ ഹാഡ് മൈ ക്ലോത്ത്സ് അയൺഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാനിത് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ എന്റെ അനിയത്തിയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മളിത് ആരോടെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാവാം, ചിലപ്പോൾ പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാവാം. ഇപ്പൊ ഇത് എന്റെ സിസ്റ്റർ ആവുമ്പോൾ ഞാനിവിടെ പണം കൊടുത്തിട്ടല്ല, അവളോട് ആവശ്യപ്പെട്ട് അത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ എന്താ പറയാ? ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് കൂടെ പറയണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് പറയും? ഐ ഹാഡ് മൈ സിസ്റ്റർ അയൺ മൈ ക്ലോത്ത്സ്. ഐ ഹാഡ് മൈ സിസ്റ്റർ. ഹാഡ് കഴിഞ്ഞിട്ട് ആരാണ് ചെയ്തതെന്ന്? മൈ സിസ്റ്റർ. അത് കഴിഞ്ഞ് തേക്കുക എന്നുള്ള വേർബിന്റെ ബേസ് ഫോം അയൺഡ് അല്ല, അയൺ. ഐ ഹാഡ് മൈ സിസ്റ്റർ അയൺ മൈ ക്ലോത്ത്സ്. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഈ സെന്റൻസസ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്? അപ്പൊ നിങ്ങളിപ്പോ ഓർക്കും ഈ കോസറ്റീവ് വേർബ്സ് എപ്പോഴും ഇങ്ങനെ പാസ്റ്റ് ടെൻസസിൽ തന്നെയാണോ വരുന്നതെന്ന്. അങ്ങനെ ഒരു നിർബന്ധം ഇല്ല കേട്ടോ. കോസറ്റീവ് വേർബ്സ് ഏത് ടെൻസിലും വരാം. അപ്പൊ നമ്മൾ ആദ്യം കണ്ട സെന്റൻസ് ഉണ്ടല്ലോ, ഐ ഹാഡ് മൈ റൂം ക്ലീൻഡ്. അപ്പൊ ഇവിടെ ഇത് പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. ഐ ഹാഡ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, ഞാൻ എന്നും എല്ലാ ദിവസവും എന്റെ മുറി വൃത്തിയാക്കിക്കാറുണ്ട്. അത് ചിലപ്പോൾ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരാളെ കൊണ്ടായിരിക്കാം ചെയ്യിക്കുന്നത്. ആരെയോ കൊണ്ട് ഞാൻ എന്നും ഇത് ചെയ്യിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഞാൻ എന്ത് പറയും? ഐ ഹാവ് മൈ റൂം ക്ലീൻഡ് എവ്രി ഡേ. മനസ്സിലായോ? ഐ ഹാവ് മൈ റൂം ക്ലീൻഡ് എവ്രി ഡേ. അവിടെ ഹാവ് ആണ് പറഞ്ഞത്. ഞാൻ എന്നും എന്റെ മുറി വൃത്തിയാക്കിക്കാറുണ്ട്. അപ്പൊ അവിടെ പ്രസന്റ് ടെൻസിലാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഓർത്തു നോക്കൂ, എന്റെ മുറി ഞാൻ ആരെയോ ഒരാളെ കൊണ്ട് വൃത്തിയാക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, അവര് മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നെ എന്റെ ഫ്രണ്ട് ഫോൺ ചെയ്തു, ചോദിക്കേണ്ട നീ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ഞാൻ എന്റെ മുറി വൃത്തിയാക്കിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയില്ലേ? ഇല്ലേ? അപ്പൊ അവിടെ പ്രസന്റ് സിമ്പിൾ ടെൻസ് അല്ല യൂസ് ചെയ്യുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ അവിടെ ഞാൻ എന്താ പറയാ? ഐ എം ഹാവിങ് മൈ റൂം ക്ലീൻഡ്. ഇപ്പോ ഞാൻ എന്റെ മുറി വൃത്തിയാക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസന്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? ഐ എം ഹാവിങ് മൈ റൂം ക്ലീൻഡ് എന്നാണ് അവിടെ പറയുക. അപ്പൊ അവിടെ ഐ ഹാവ് അല്ല, ഐ എം ഹാവിങ് എന്ന് പറഞ്ഞു. ഇതേ കാര്യം ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ടെൻസിലും യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, അടുത്ത ആഴ്ച ഞാൻ എന്റെ മുറി വൃത്തിയാക്കിക്കും എന്ന് പറയണമെങ്കിലോ, ഐ വിൽ ഹാവ് മൈ റൂം ക്ലീൻഡ് നെക്സ്റ്റ് വീക്ക്. മനസ്സിലായോ? അവിടെ ഐ വിൽ ക്ലീൻ എന്നല്ല പറയുന്നത്, ഞാനല്ല വൃത്തിയാക്കാൻ പോകുന്നേ, ഞാൻ ഒരാളെ കൊണ്ട് വൃത്തിയാക്കിക്കാൻ പോവാണ്. ഐ വിൽ ഹാവ് മൈ റൂം ക്ലീൻഡ് നെക്സ്റ്റ് വീക്ക്. അപ്പൊ അവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്തത് ഈ കോസറ്റീവ് വേർബ് വെച്ചിട്ട്. ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പറയാൻ നമ്മൾ ഈ ആം ഗോയിങ് ടു അല്ലെങ്കിൽ ഇസ് ഗോയിങ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, അങ്ങനെയും നമുക്ക് ഈ കോസറ്റീവ് വേർബ് യൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത് ഇപ്പൊ കണ്ട അതേ കാര്യം പറയാം, ഐ എം ഗോയിങ് ടു ഹാവ് മൈ റൂം ക്ലീൻഡ് നെക്സ്റ്റ് വീക്ക്. മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഐ വിൽ ഹാവ് മൈ റൂം ക്ലീൻഡ്, അതിന് പകരം ഐ എം ഗോയിങ് ടു ഹാവ് മൈ റൂം ക്ലീൻഡ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ ആരെങ്കിലും കൊണ്ട് ഏർപ്പാടാക്കിയിരിക്കുകയാണ്, നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരിക്കുകയാണ് ചെയ്യിക്കാൻ, വൃത്തിയാക്കിക്കാൻ. അപ്പൊ അവിടെ ഐ വില്ലിന് പകരം ഐ എം ഗോയിങ് ടു എന്ന് പറഞ്ഞ് ഫ്യൂച്ചർ ടെൻസ് പറയാം. അവിടെ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. ഐ എം ഗോയിങ് ടു ക്ലീൻ എന്നല്ല പറഞ്ഞത്, അപ്പൊ അർത്ഥം മുഴുവൻ മാറിപ്പോവും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വൃത്തിയാക്കാൻ പോവുകയാണെന്നാണ്. ഇതല്ല, ഐ എം ഗോയിങ് ടു ഹാവ് മൈ റൂം ക്ലീൻഡ്, ഐ വിൽ ഹാവ് മൈ റൂം ക്ലീൻഡ്. അങ്ങനെയാണ് നമ്മൾ ഈ കോസറ്റീവ് വേർബ് യൂസ് ചെയ്യുന്നത്, ഹാവ് എന്ന് പറയുന്ന കോസറ്റീവ് വേർബ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഈ കോസറ്റീവ് വേർബ് എന്ന് പറയുന്നത്
പല തരത്തിലുണ്ട്. അപ്പൊ നമ്മൾ കണ്ട ഹാവ് ഒരെണ്ണം, അതുപോലെ നമുക്ക് ഗെറ്റ് ഉണ്ട്, പിന്നെ മേക്ക്, ലെറ്റ്, ഹെൽപ്പ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന തരം കോസറ്റീവ് വേർബ്സ് ആണ്. ഇത് കൂടാതെ വേറെയും ഉണ്ട് കേട്ടോ ഇതേപോലെ കോസറ്റീവ് വേർബ്സ്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 5 നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഹാവ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കണ്ടല്ലോ. ഏതാണ്ട് അതേ രീതിയിൽ അതേ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഗെറ്റ് എന്നതും യൂസ് ചെയ്യാം. അതായത് ഹാവ് എങ്ങനെയൊക്കെ യൂസ് ചെയ്തോ അതേപോലെ ഗെറ്റും യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്, അതേ ഉദ്ദേശം വെച്ചിട്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഹാവിനേക്കാൾ കൂടുതൽ ഇൻഫോർമൽ ആയിട്ട് നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു ചെറിയ വ്യത്യാസം കൂടെ ഉണ്ട്. ഒരാളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മൾ വളരെ എന്താ പറയുന്ന ഒരു സമ്മർദ്ദം കൊടുത്ത് അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒക്കെ ചെയ്യിപ്പിക്കില്ലേ ചില കാര്യങ്ങൾ. അതായത് ചില കാര്യങ്ങൾ അയാളോട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ, ഇപ്പോ ഹാവ് യൂസ് ചെയ്തതുപോലെ തന്നെ. പിന്നെ ചിലത് നമ്മൾ അവരെ പെർസ്വേഡ് ചെയ്യാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സമ്മർദ്ദം കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൺവിൻസ് ചെയ്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കും അല്ലെ. ഇത് ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് പലപ്പോഴും നമ്മൾ ഹാവിനേക്കാൾ കൂടുതൽ ഗെറ്റ് യൂസ് ചെയ്യാറുള്ളത്. എങ്കിലും പൊതുവെ ഹാവ് എങ്ങനെയൊക്കെ യൂസ് ചെയ്തോ അതുപോലെ നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം. അതായത് ഹാവിന് പകരം പലപ്പോഴും ഗെറ്റ് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഐ ഹാഡ് മൈ റൂം ക്ലീൻഡ് എന്നതിന് പകരം ഐ ഗോട്ട് മൈ റൂം ക്ലീൻഡ് എന്നും പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടുതൽ ഇൻഫോർമൽ ആണ്. പിന്നെ ഇവിടെയും നമ്മൾ ഈ ഹാവിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഓർമ്മയുണ്ടോ, ഹാവ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യിപ്പിച്ചു എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത് കൂടെ എടുത്തു പറയാം. അതേപോലെ നമുക്ക് പറയാവുന്ന ഒരു കോസറ്റീവ് വേർബ് ആണ് ഈ ഗെറ്റ് എന്നത്. എനിക്ക് പറയണം, റിയ അവളുടെ TV റിപ്പയർ ചെയ്യിച്ചു. TVക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അത് നന്നാക്കിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ പറയാം, റിയ ഗോട്ട് ഹെർ TV ഫിക്സ്ഡ്, അല്ലെങ്കിൽ TV റിപ്പയർഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താ ഞാൻ ചെയ്തത്, റിയ ആണ് ചെയ്യിച്ചത്. ഓക്കെ, അപ്പൊ റിയ കഴിഞ്ഞിട്ട് ആ ചെയ്യിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട് വരണം. അപ്പൊ റിയ കഴിഞ്ഞിട്ട് വന്നത് ഗോട്ട്, അത് കഴിഞ്ഞ് എന്തിനെയാണ് റിപ്പയർ ചെയ്യിച്ചത്, TVയെ, ആ ഓബ്ജക്റ്റിന്റെ ആ തിങ്ങിന്റെ പേര് പറയുക, ആ വസ്തുവിന്റെ പേര് പറയുക. അപ്പൊ ഗോട്ട് കഴിഞ്ഞിട്ട് TV വന്നു, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത്, ഫിക്സ് എന്നുള്ളതാണ് വേർബ് അല്ലെ. ഫിക്സ് ചെയ്തു, റിപ്പയർ ചെയ്യാന്നുള്ളതിന് നമുക്ക് ഫിക്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ മൂന്നാമത്തെ ഫോം ഫിക്സ്ഡ് അല്ലെങ്കിൽ റിപ്പയർഡ് എന്നുള്ളത് പറയാം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് റിയ ഗോട്ട് ദ TV ഫിക്സ്ഡ്. ഇനി ഇവിടുത്തെ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ. റിയ ഈ TV നന്നാക്കിച്ചത് ആരെ കൊണ്ടാണെന്നറിയാമോ, അവളുടെ തന്നെ മോനെ കൊണ്ടാണ്. അപ്പൊ അവളുടെ മോന് ഇതൊക്കെ നന്നാക്കാൻ അറിയാം, പക്ഷെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, പക്ഷെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് റിയ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. മനസ്സിലായോ, എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പൊ അവിടെ നമുക്ക് ഹാവിനേക്കാൾ കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത് ഗെറ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ പറയുന്നത് എങ്ങനെയാന്ന് നോക്കൂ, ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് കൂടെ എനിക്ക് പറയണം. അപ്പൊ ഞാൻ പറയുന്നത് റിയ ഗോട്ട് ഹർ സൺ ടു ഫിക്സ് ദ TV. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ഹാവിന്റെ കാര്യത്തില് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് നമ്മൾ ടു പിന്നെ യൂസ് ചെയ്തില്ല അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ടു കൂടെ വരും. ബേസ് ഫോം ആണ് യൂസ് ചെയ്യുക, പക്ഷെ ടു കൂടെ ചേർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് റിയ ഗോട്ട് ഹെർ സൺ, റിയ ഗോട്ട് കഴിഞ്ഞിട്ട് ആരെ കൊണ്ട് ചെയ്യിച്ചേ, അവളുടെ മോനെ കൊണ്ട്, ഹെർ സൺ. അത് കഴിഞ്ഞിട്ട് ഫിക്സ്, ആ ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ ടു കൂടെ ചേർക്കണം. റിയ ഗോട്ട് ഹെർ സൺ ടു ഫിക്സ് ദ TV. നേരെ മറിച്ച് ഹാവിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല, അവിടെ ടു വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ വ്യത്യാസം ഇതാണ്. ഹാവ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു, റിയ ഹാഡ് ഹെർ സൺ ഫിക്സ് ദ TV. അവിടെ ഹാഡ് പിന്നെ ഹെർ സൺ പിന്നെ ടു ഇല്ല, വെറുതെ വേർബ് വൺ, അതായത് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്താൽ മതി. പക്ഷെ ഗോട്ട് വന്നപ്പോ അങ്ങനെയല്ല, റിയ ഗോട്ട് ഹെർ സൺ ടു ഫിക്സ് ദ TV. അവിടെ ഗോട്ട് പിന്നെ ഹെർ സൺ പിന്നെ ടു ഫിക്സ്, ടു കഴിഞ്ഞിട്ട് വേർബിന്റെ ആ ബേസ് ഫോം. ഇനി ഇത് നോക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ വീട് പെയിന്റ് ചെയ്യിച്ചു, അതാണ് എനിക്ക് പറയേണ്ടത്. ഗോട്ട് യൂസ് ചെയ്യണം കേട്ടോ. എന്ത് പറയും, വി ഗോട്ട് എന്ത്, ഞങ്ങളുടെ വീട്, അവർ ഹൗസ് പെയിന്റ് എന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോം പെയിന്റഡ്. വി ഗോട്ട് അവർ ഹൗസ് പെയിന്റഡ്. മനസ്സിലായല്ലോ. പക്ഷെ ഇനി എനിക്ക് പറയേണ്ടത് ആരെ കൊണ്ട് പെയിന്റ് ചെയ്യിപ്പിച്ചു എന്നാണ്. അപ്പൊ ഇത് ഞാൻ പെയിന്റ് ചെയ്യിപ്പിച്ചത് പെയിന്റേഴ്സിനെ കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്ത് പറയും, വി ഗോട്ട് ദ പെയിന്റേഴ്സ് ടു പെയിന്റ് അവർ ഹൗസ്. മനസ്സിലായോ, വി ഗോട്ട്
the painters to paint our house. അത് പറയേണ്ടി വരും. To paint എന്ന് കൂടെ പറയണം. അപ്പൊ വന്ന ആ ഒരു ഓർഡർ മനസ്സിലായോ? വേർഡ്സിന്റെ we കഴിഞ്ഞിട്ട് got, അത് കഴിഞ്ഞ് person, the painters, അത് കഴിഞ്ഞ് വേർബിന്റെ ബേസ് ഫോമിന്റെ കൂടെ to ഉള്ളത്. അപ്പൊ 2 plus V1 അതാണ് പിന്നെ വന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, ഈ കോസറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതിൽ രണ്ടെണ്ണം നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു, ഹാവ് പിന്നെ ഗെറ്റ്. അപ്പൊ പല രീതിയിലാണ് നമ്മൾ ഈ കോസറ്റീവ് വേർബ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹാവും ഗെറ്റും യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു കാര്യം നമ്മൾ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ എങ്ങനെ? നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരോട് കുറച്ച് സമ്മർദ്ദമൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പണം കൊടുത്ത് അവരെ കൊണ്ട് ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഗെറ്റ് യൂസ് ചെയ്യാം. ഇപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഗോട്ട് എന്ന് വരും. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് മേക്ക് എന്ന കോസറ്റീവ് വേർബ് ആണ്. അപ്പൊ ഈ മേക്ക് എന്ന് പറയുന്നത് ഈ കോസറ്റീവ് വേർബ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വേർബാണ്. കാരണം ഇവിടെ നമ്മൾ ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നിവൃത്തിയില്ലാതെ അയാൾ ചെയ്യേണ്ടി വരികയാണ്. അയാൾക്ക് അവിടെ വേറെ ഓപ്ഷൻസ് ഇല്ല, അത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാനാണ് നമ്മൾ ഈ മേക്ക് എന്നത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത് മെയ്ഡ് ആയിരിക്കും കേട്ടോ. ഇനി അത് വെച്ചുള്ള കുറച്ച് സെന്റൻസസ് നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്ക് ഫുട്ബോൾ മാച്ചസ് കാണുന്നത് ഇഷ്ടമേ അല്ലാന്നിരിക്കട്ടെ, ഞാൻ എന്ത് പറയും? ഐ ഹേറ്റ് വാച്ചിങ് ഫുട്ബോൾ. എനിക്ക് ഇഷ്ടമല്ല ഫുട്ബോൾ കാണുന്നത്. പക്ഷേ എൻ്റെ മോൻ ഇത് വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവൻ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇന്നലത്തെ ഒരു മാച്ച് കാണിച്ചു. നിർബന്ധിച്ച് അത് കാണിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ? മൈ സൺ മെയ്ഡ് മീ വാച്ച് യെസ്റ്റർഡേസ് മാച്ച്. മെയ്ഡ് മീ വാച്ച്. അത് വന്ന ഓർഡർ എന്താന്ന് മനസ്സിലായോ? എന്റെ മോൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കാണിപ്പിച്ചു എന്ന് പറയാൻ മൈ സൺ, അവനാണത് ചെയ്യിപ്പിച്ചത്, അവനല്ല കണ്ടത്, അവൻ എന്നെ കൊണ്ട് കാണിപ്പിച്ചു. അപ്പൊ മൈ സൺ ആദ്യം വന്നു, അത് കഴിഞ്ഞ് മെയ്ഡ്, ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ മെയ്ഡ്. അത് കഴിഞ്ഞ് ആരെ കൊണ്ടാ ചെയ്യിപ്പിച്ചേ? എന്നെ കൊണ്ട്. പേഴ്സൺ ആണ് ഇനി വരേണ്ടത്. അപ്പൊ ഈ മേക്ക് കോസറ്റീവ് വേർബ് ആയിട്ട് വരുമ്പോ നമ്മൾ അവിടെ ആ മേക്ക് അല്ലെങ്കിൽ മെയ്ഡ് കഴിഞ്ഞ് വരുന്നത് പേഴ്സൺ ആയിരിക്കും എപ്പോഴും. സോ മൈ സൺ മെയ്ഡ് മീ എന്ത്? കാണിച്ചു. അപ്പൊ വാച്ച് എന്നത് യൂസ് ചെയ്യണം. ഒരു മാച്ച് അല്ലേ ഇവിടെ കണ്ടത്, അപ്പൊ സി വേണ്ട, വാച്ച് യൂസ് ചെയ്യാം. മൈ സൺ മെയ്ഡ് മീ വാച്ച് യെസ്റ്റർഡേസ് മാച്ച്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഓർഡർ? മെയ്ഡ്, അത് കഴിഞ്ഞ ആ പേഴ്സൺ എന്നെ, മെയ്ഡ് മീ, അത് കഴിഞ്ഞ വേർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം വിതൗട്ട് ടു ഇല്ലാത്ത, അതായത് ബേസ് ഫോം ആണ് വരുന്നത്, ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. മനസ്സിലായല്ലോ? മൈ സൺ മെയ്ഡ് മീ വാച്ച് യെസ്റ്റർഡേസ് മാച്ച്. അടുത്ത ഒരു ചോദ്യമാണ്, ആരാണ് നിന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്? നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച കാര്യമാണ്. എന്താ ചോദിക്കുക? ഹൂ മെയ്ഡ് യു ഡു ദാറ്റ്? ഹൂ, ആരാണ്? ഹൂ കഴിഞ്ഞു വന്നത് മെയ്ഡ്, നിന്നെ കൊണ്ടാണല്ലോ ചെയ്യിപ്പിച്ചത്. അപ്പൊ പേഴ്സൺ ആയിട്ട് വരുന്നത് യു ആണ്. ഹൂ മെയ്ഡ് യു, ചെയ്യിപ്പിച്ചത് അല്ലെ, ഡു ആണ് അവിടുത്തെ വേർബും. ഹൂ മെയ്ഡ് യു ഡു ദാറ്റ്, ഹൂ മെയ്ഡ് യു ടു ഡു ദാറ്റ് എന്ന് പറയില്ല കേട്ടോ. അപ്പൊ ഓർക്കുക, ഈ മേക്ക് എന്ന് പറയുന്ന കോസറ്റീവ് വേർബ് വരുമ്പോ നമ്മളിവിടെ ടു ഒരിക്കലും യൂസ് ചെയ്യില്ല. മനസ്സിലായോ? ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ഇനി അടുത്ത് നോക്കൂ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയാറുണ്ട് കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ എന്ന്. അപ്പൊ അതെന്ത് പറയും? ഡോണ്ട് മേക്ക് ദ ബേബി ക്രൈ. ഡോണ്ട് മേക്ക് ദ ബേബി ക്രൈ. അപ്പൊ ഇവിടെ കണ്ടോ, ഡോണ്ട് മേക്ക് എന്നാണ് പറഞ്ഞത്. അവിടെ മെയ്ഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, കരയിപ്പിച്ചു എന്നല്ല, കരയിപ്പിക്കല്ലേ എന്നാണ് പറയേണ്ടത് അല്ലെ. അപ്പൊ അവിടെ മേക്കിന് കൂടെ നെഗറ്റീവ് ആക്കണം. ഡോണ്ട് മേക്ക് ദ ബേബി ക്രൈ. അപ്പൊ അവിടെ മേക്ക് വന്നു, അത് കഴിഞ്ഞ പേഴ്സൺ, അതായത് ദ ബേബി, അത് കഴിഞ്ഞ വേർബിന്റെ ബേസ് ഫോം ടു ഇല്ലാതെ, അതാണ് വന്നത്. ഇനി അടുത്തതും ഈ മേക്ക് തന്നെ വരുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. അതായത് പാസ്റ്റ് ടെൻസ് അല്ല വരുന്നത്, മേക്ക് എന്ന പ്രസന്റ് ടെൻസ് തന്നെയാണ് വരുന്നത്. അപ്പൊ എനിക്ക് പറയണം, ഞാൻ എപ്പോഴും എന്റെ കുട്ടികളെ കൊണ്ട് അവരുടെ മുറി അടുക്കി ഒതുക്കി വൃത്തിയാക്കിക്കാറുണ്ട് എന്ന്. അപ്പൊ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ മേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്ത് പറയും? ഐ ഓൾവേസ് മേക്ക് മൈ കിഡ്സ് ടൈഡി അപ്പ് ദെയർ റൂം. അപ്പൊ ഇവിടെ മെയ്ഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ചെയ്യിപ്പിച്ചു എന്നല്ല, ചെയ്യിപ്പിക്കാറുണ്ട് എന്നല്ലേ പറഞ്ഞേ, പതിവായിട്ട് ചെയ്യിപ്പിക്കാറുള്ള ഒരു കാര്യം. അപ്പൊ അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. ഐ ഓൾവേസ് മേക്ക് മൈ കിഡ്സ് ടൈഡി അപ്പ് ദെയർ റൂം. ഇനി നമ്മൾ അടുത്ത കോസറ്റീവ് വേർബ് ആണ് കാണാൻ പോകുന്നത്, ലെറ്റ്. അപ്പൊ ഇതുവരെ നമ്മൾ ഏതൊക്കെ കണ്ടു?
ഹാവ്, പിന്നെ ഗെറ്റ് കണ്ടു, അത് കഴിഞ്ഞ് മേക്ക് എന്നത് കണ്ടു, നാലാമത്തെയാണ് ഈ ലെറ്റ് എന്നത്. അപ്പൊ ലെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരാളെ അനുവദിക്കുക, അതിനുള്ള അനുവാദം അയാൾക്ക് കൊടുക്കുക എന്നൊക്കെയാണ്. അതായത് പെർമിഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ ലെറ്റ് എന്ന കോസറ്റീവ് വെർബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ടത് ഞാൻ കുട്ടികളെ പാർക്കിൽ പോവാൻ അനുവദിച്ചു എന്നാണ്. അങ്ങനെ പോകാൻ അവരെ സമ്മതിച്ചു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാണ് പറയുക? I let the kids go to the park. അവിടെ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് അനുവദിച്ചു എന്നാണ്. അപ്പൊ ഈ ലെറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അനുവദിക്കുക എന്നാണല്ലോ. പക്ഷെ ലെറ്റ് ഒരു ഇറഗുലർ വേർബ് ആണ്. മുൻപ് നമ്മൾ കട്ട് കണ്ടില്ലേ? അതിന്റെ പാസ്റ്റ് ടെൻസും V3 ഫോമും കട്ട് തന്നെയാണ്. അതുപോലെയാണ് ലെറ്റും. അതിന്റെ V2 V3 ഫോംസ് എല്ലാം ലെറ്റ് തന്നെയാണ്. അപ്പൊ മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് അതിന്റെ പാസ്റ്റ് ഫോം ആണ്, അനുവദിച്ചു എന്നാണ്. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ഒന്നും പേടിക്കണ്ട, ലെറ്റിന്റെ പാസ്റ്റ് ഫോം ലെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഐ ലെറ്റ് ദ കിഡ്സ് ഗോ ടു ദ പാർക്ക്. അപ്പൊ അവിടെ എങ്ങനെയാണ് ആ വേർഡ്സ് വന്ന ഓർഡർ എന്ന് നോക്കൂ. ആദ്യം ഐ കഴിഞ്ഞ് ലെറ്റ് വന്നു, അത് കഴിഞ്ഞ് ആരെയാണ് അനുവദിച്ചത്? ദ കിഡ്സ്, കുട്ടികളെ. അതാണ്, ആ പേഴ്സൺ ആണ് ലെറ്റ് കഴിഞ്ഞ് വരേണ്ടത് കേട്ടോ. ലെറ്റ് കഴിഞ്ഞ് ദ പേഴ്സൺ, അത് കഴിഞ്ഞ് ആ വേർബിന്റെ ബേസ് ഫോം, ടു ഇല്ലാത്ത ബേസ് ഫോം. മേക്കിന്റെ കാര്യത്തിൽ വന്നതുപോലെ തന്നെയാണ് ലെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ടു ഗോ ടു ദ പാർക്ക് എന്ന് ഇവിടെ പറയണ്ട. അതായത് ഐ ലെറ്റ് ദ കിഡ്സ് ടു ഗോ ടു ദ പാർക്ക് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. ഐ ലെറ്റ് ദ കിഡ്സ് ഗോ ടു ദ പാർക്ക് എന്ന് മാത്രം പറയുക. ഇനി ഞാൻ കുട്ടികളെ പാർക്കിൽ പോകാൻ അനുവദിച്ചില്ല എന്നെങ്ങനെ പറയും? അപ്പൊ മുൻപ് അനുവദിച്ചു എന്ന് കണ്ടു, അത് പാസ്റ്റ് ടെൻസ് ആയിരുന്നു. ഇവിടെ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിൽ തന്നെ നെഗറ്റീവ് ആണ് വരേണ്ടത് അല്ലേ? അവിടെ എന്താ പറയാ? ഐ ഡിഡ്ന്റ് ലെറ്റ് ദ കിഡ്സ് ഗോ ടു ദ പാർക്ക്. മനസ്സിലായോ? അപ്പൊ മുൻപ് ലെറ്റ് എന്ന് വന്നിടത്ത് ഇവിടെ ഐ ഡിഡ്ന്റ് ലെറ്റ് എന്ന് പറയണം. കാരണം അത് പാസ്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ഫോം ആണ്. ഐ ഡിഡ്ന്റ് ലെറ്റ് ദ കിഡ്സ് ഗോ ടു ദ പാർക്ക്. അപ്പൊ ഇവിടെയും ലെറ്റ് എന്ന് വേർബ് വന്നു, അത് കഴിഞ്ഞ് കിഡ്സ്, പേഴ്സൺ, ആരെ കുറിച്ചാണോ പറയുന്നത് അത് പറയുക, അത് കഴിഞ്ഞ് വേർബിന്റെ ബേസ് ഫോം ടു ഇല്ലാതെ ഉപയോഗിക്കുക. ഇനി ഇത് നോക്കൂ, അയാൾ എന്നെ അയാളുടെ കാർ ഓടിക്കാൻ അനുവദിച്ചു. അനുവദിച്ചു. അപ്പൊ ലെറ്റ് ആണ് വേർബ്, കോസറ്റീവ് വേർബ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ലെറ്റ് തന്നെയാണ്. അപ്പൊ എന്ത് പറയും? ഹി ലെറ്റ്, ആരെ? എന്നെ. എന്നെ അല്ലേ അനുവദിച്ചേ? ഹി ലെറ്റ് മീ എന്ത് ചെയ്യാൻ? അയാളുടെ വണ്ടി ഓടിക്കാൻ. ഹി ലെറ്റ് മീ ഡ്രൈവ് ഹിസ് കാർ. മനസ്സിലായല്ലോ? ഹി ലെറ്റ് മീ ടു ഡ്രൈവ് എന്ന് പറയരുതെന്ന്, വേറെ ഇൻഫിനിറ്റീവ് വരണം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. ഹി ലെറ്റ് മീ ഡ്രൈവ് ഹിസ് കാർ. അപ്പൊ ഇവിടെയും വന്നത് ലെറ്റ്, അത് കഴിഞ്ഞ് ആ പേഴ്സൺ, അത് കഴിഞ്ഞ് വേർബിന്റെ ആ V1 ഫോം വിതൗട്ട് ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ അവസാനത്തെ കോസറ്റീവ് വേർബാണ് ഹെൽപ്പ്. ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരാളെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കുന്നു എന്ന് പറയാനാണല്ലോ. അപ്പോൾ സപ്പോർട്ട് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർബാണ് ഈ ഹെൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നോക്കാം. എന്റെ അമ്മ എന്നെ ബാഗ് പാക്ക് ചെയ്യാൻ സഹായിച്ചു എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ ഞാൻ എന്ത് പറയും? മൈ മദർ helped me to pack the bag. എളുപ്പമാണ് അല്ലേ ഇത്? ശരിക്കും പറഞ്ഞാല് ആരെ സഹായിച്ചേ? എന്റെ അമ്മ. മൈ മദർ സഹായിച്ചു, അപ്പൊ ഹെൽപ് എന്ന് പറയണം. മൈ മദർ ഹെൽപ്, ആരെ? എന്നെ. മൈ മദർ ഹെൽപ് മീ എന്ത് ചെയ്യാൻ? ടു പാക്ക് ദ ബാഗ്. അപ്പൊ ഈ ഹെൽപ് എന്ന കോസറ്റീവ് വേർബ് വരുമ്പോ ആ വേർബിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ടു യൂസ് ചെയ്യാം. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. എങ്ങനെ വന്നത് നോക്കൂ. ഹെൽപ്, അത് കഴിഞ്ഞ പേഴ്സൺ, മീ എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ആ വേർബിന്റെ കൂടെ ടു യൂസ് ചെയ്തു. ടു ഉള്ള ആ ബേസ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തത്. മൈ മദർ ഹെൽപ് മീ ടു പാക്ക് ദ ബാഗ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഹെൽപ്പിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ഈ ടു ഇല്ലാതെയും യൂസ് ചെയ്യാം. അതായത് വേണമെങ്കിൽ ടു ആഡ് ചെയ്യാം, അതില്ലാതെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ സെന്റൻസ് എനിക്ക് ഇങ്ങനെയും പറയാം, മൈ മദർ ഹെൽപ് മീ പാക്ക് ദ ബാഗ്. അത് മനസ്സിലാക്കണം കേട്ടോ. പലപ്പോഴും ഹെൽപ്പ് എന്നുള്ള ആ ഒരു കോസറ്റീവ് വേർബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നും, ഇവിടെ ടു വേണോ വേണ്ടയോ എന്ന്. അപ്പോ ഹെൽപ് സംബഡി ടു ഡു സംതിങ് എന്ന് പറയാം, വെറുതെ ഡു സംതിങ് എന്ന് മാത്രം പറയാം. അവൾ എന്നെ ജോലി കിട്ടാൻ സഹായിച്ചു. അപ്പൊ എന്ത് പറയും? അവളാണ് സഹായിച്ചത്. ഷീ ഹെൽപ്, ആരെ? എന്നെ. ഷീ ഹെൽപ് മീ ഗെറ്റ് എ ജോബ് എന്ന് പറയാം. അല്ലെങ്കിൽ ഷീ ഹെൽപ് മീ ടു ഗെറ്റ് എ ജോബ് എന്നും പറയാം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓർഡർ മനസ്സിലായല്ലോ. ഹെൽപ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ആരെയാ? എന്നെ, പേഴ്സൺ. അത് കഴിഞ്ഞ് ആ വേർബ് ടു ചേർത്തോ ടു ഇല്ലാതെയോ യൂസ് ചെയ്യാം, അതിന്റെ ബേസ് ഫോം. നമ്മൾ പലരും
പാട്ട് കേട്ട് റിലാക്സ്ഡ് ആകാൻ ശ്രമിക്കാറുണ്ട് അല്ലെ? നമ്മൾ പാട്ട് കേൾക്കുന്നത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് ഞാനിവിടെ പറയുന്നത്. സംഗീതം എന്നെ റിലാക്സ് ചെയ്യാൻ സഹായിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ല യൂസ് ചെയ്യുന്നത്. ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അത് പതിവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അവിടെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് പറയും? മ്യൂസിക് ഹെൽപ്സ് മീ റിലാക്സ്. ടു ചേർത്തും പറയാം. മ്യൂസിക് ഹെൽപ്സ് മീ ടു റിലാക്സ് എന്നും പറയാം. അപ്പൊ ഇവിടെ മ്യൂസിക് ഹെൽപ്സ് മീ എന്ന് പറഞ്ഞത് മ്യൂസിക് സിംഗുലർ ആയതുകൊണ്ടാണ്. അത് ഓർക്കണം കേട്ടോ. ഇനി അടുത്ത സെന്റൻസ്. ഇപ്പൊ നമുക്ക് വീട് മാറണം എന്നിരിക്കട്ടെ. പറയാലോ, വീട് മാറുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മളിവിടെ പറയുന്നത്. എനിക്ക് വീട് മാറണം, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് വീട് മാറുന്നതിന് എന്നെ സഹായിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ സഹായിച്ചു എന്നോ സഹായിക്കാറുണ്ട് എന്നൊന്നുമല്ല, സഹായിക്കും. അപ്പൊ അവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയും? ഇവിടെ സഹായിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് ആണ്, അതാണ് ആദ്യം വരേണ്ടത്. മൈ ഫ്രണ്ട്സ് വിൽ ഹെൽപ്പ് മീ. എന്നെയല്ലേ സഹായിക്കുന്നേ? മൈ ഫ്രണ്ട്സ് വിൽ ഹെൽപ്പ് മീ. എന്തിന്? വീട് മാറാൻ. മൂവ് ഹൗസ്. വീട് മാറുക എന്നുള്ളതിന് ടു മൂവ് ഹൗസ് എന്നാണ് പറയുക. മനസ്സിലായോ? ടു മൂവ് ദ ഹൗസ് എന്നൊന്നും വേണ്ട, ടു മൂവ് ഹൗസ്. എന്താ പറഞ്ഞേ? മൈ ഫ്രണ്ട്സ് വിൽ ഹെൽപ്പ് മീ മൂവ് ഹൗസ്. അപ്പൊ ഇവിടെ വന്നത് വിൽ ഹെൽപ്പ് വന്നു. അത് കഴിഞ്ഞ് എന്നെയാണ് സഹായിക്കുന്നത്. മീ ആണ് പേഴ്സൺ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു വേർബ്, അതിന്റെ ബേസ് ഫോം മൂവ് ആണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ടൂവും ചേർക്കാം. മൈ ഫ്രണ്ട്സ് വിൽ ഹെൽപ്പ് മീ ടു മൂവ് ഹൗസ് എന്നും പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാറായി. ഇന്നത്തെ ലെസണിൽ നമ്മൾ മനസ്സിലാക്കിയത് കോസറ്റീവ് വേർബ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ ഐ ഹാഡ് ക്ലീൻഡ് ദ റൂം എന്നതും ഐ ഹാഡ് ദ റൂം ക്ലീൻഡ് എന്നതും ഐ ഹാഡ് ഹിം ക്ലീൻ ദ റൂം എന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നമുക്ക് ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ ഇതിനെല്ലാം ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ ഇന്ന് 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കണം എന്ന്. അപ്പൊ നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ട്രൈ ചെയ്യൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മാനേജർ എന്നെ നേരത്തെ പോകാൻ അനുവദിച്ചു. അപ്പൊ അനുവദിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ, ഇവിടെ നിങ്ങൾ ലെറ്റ് എന്ന കോസറ്റീവ് വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ പോവുക എന്നുള്ളതിന് ലീവ് ഏർലി എന്നാണ് പറയുക. അടുത്തത്, ഞാൻ നാളെ എന്റെ പല്ല് എടുപ്പിക്കും. പലപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അല്ലെ? അപ്പൊ ഈ പല്ല് എടുപ്പിക്കുക എന്ന് പറയുന്നതിന് ടു റിമൂവ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ടേക്ക് ഔട്ട് എന്നും പറയാം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഏത് കോസറ്റീവ് വേർബ് ആണ് യൂസ് ചെയ്യാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ അവിടെ അതിന് ക്ലൂ ഒന്നും തരുന്നില്ല. ഇനി 3, അമ്മ എന്നെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാറുണ്ട്. അപ്പൊ ഹെൽപ്പ് എന്ന കോസറ്റീവ് വേർബ് ആണല്ലോ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇവിടെ ഇത് പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് വരേണ്ടത്. കാരണം ചെയ്യാറുണ്ട്, പതിവായിട്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി 4, അയാൾ അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പറയിച്ചു എന്ന് പറയുമ്പോൾ വ്യക്തമാണല്ലോ, അവിടെ ഫോഴ്സ് ചെയ്ത് ഒരാളെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ് നിർബന്ധിച്ച്. അപ്പൊ അവിടെ ഏത് വേർബാണ് യൂസ് ചെയ്യുക, ഏത് കോസറ്റീവ് വേർബാണ് വരിക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ മാപ്പ് പറയിക്കുക എന്നുള്ളതിന് ടു അപ്പോളജൈസ് എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ സാധാരണ പറയാറില്ല, എങ്കിലും ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കണ്ട് നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യൂ. അതെനിക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അധികം താമസിയാതെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.